നമുക്കിപ്പം പി എസ് പ്രശാന്ത് കൂടി ചേരുന്നുണ്ട്. പി എസ് പ്രശാന്ത്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഗുഡ് മോർണിംഗ് പി എസ് പ്രശാന്ത്. ഞാനിപ്പോൾ വിളിച്ചത് ഈ സ്വർണ്ണപ്പാളികൾ തിരികെ ശബരിമലയിൽ എത്തി എന്ന് കേട്ടു. അത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയാണ്. സ്വർണ്ണപ്പാളികൾ തിരികെ എത്തിച്ചോ? തിരികെ എത്തിച്ചു. അറ്റകുറ്റപ്പണികളൊക്കെ പൂർത്തിയാക്കി സന്നിധാനത്ത് എത്തിച്ചു അല്ലേ? അത് ഇന്നലെയാണോ എത്തിച്ചത്? സ്റ്റോർ റൂമിലേക്ക് മാറ്റിയെന്ന് കേൾക്കുന്നു. അപ്പം ഈ സ്വർണ്ണപ്പാളികൾ ഇന്നലെ വൈകുന്നേരം എത്തിച്ചു. അറ്റകുറ്റപ്പണികളെല്ലാം പൂർത്തിയായി. ഇനി അതിനകത്തൊരു സംശയത്തിന്റെ ആവശ്യമില്ല. ഒരു കാര്യമില്ല, ഒരു സംശയമില്ല. അതില് പിന്നെ കോടതി അതിനുള്ള ഒരു അനുവാദം നമുക്ക് തന്നിരുന്നല്ലോ. സോ ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ ആദ്യം കോടതി ഇപ്പോ നമ്മൾ ഇത് കൊണ്ടുപോയി ചെന്നൈക്ക് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് കോടതി ചില പിന്നെ കാര്യങ്ങൾ ചോദിച്ചിരുന്നല്ലോ. അതിന് പിന്നെ ഞങ്ങൾ മറുപടി നൽകി. ഒപ്പം തന്നെ കോടതി അത് ഞങ്ങളുടെ വിജിലൻസ് എസ് പിയെ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിരുന്നു. അപ്പോ വിജിലൻസ് എസ് പി കൃത്യമായ പിന്നെ അന്വേഷണം നടത്തി മറുപടി നൽകി. എല്ലാ കാര്യങ്ങളും സുതാര്യമായി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് ഈ നടപടിക്രമങ്ങൾ പാലിച്ചു കൊണ്ടുപോയത്. ഒരു ചെറിയ സാങ്കേതിക പ്രശ്നം മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. സ്പെഷ്യൽ കമ്മീഷനെ അറിയിക്കാൻ താമസിച്ചു പോയി എന്നുള്ളത്. അത് കോടതിയിൽ കൊടുക്കുകയും കോടതി അത് കൃത്യമായി അനുവദിക്കുകയും നിങ്ങൾ തിരിച്ചു കൊണ്ടുവന്നോളൂ എന്നുള്ള പെർമിഷൻ നമുക്ക് നൽകി. അപ്പോഴാണ് അടുത്ത പ്രശ്നം വരുന്നത്. 2019 എന്തോ ഒരു സംവിധാനവുമായി ബന്ധപ്പെട്ടു. അതും ഇപ്പോൾ കോടതി ആരെ ഏൽപ്പിച്ചിരിക്കുകയാണ്? ഞങ്ങളുടെ എസ് പിയെ അന്വേഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. എസ് പി അത് 30-ാം തീയതിക്കകത്ത് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകും. വരട്ടെ, അന്വേഷിച്ച് റിപ്പോർട്ട് നൽകട്ടെ. ഈ ശ്രീ പി എസ് പ്രശാന്ത്, ഈ സ്വർണ്ണപ്പാളിയിലെ സ്വർണത്തിന് എന്തെങ്കിലും തൂക്കക്കുറവ് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? അല്ല, അതൊക്കെ അന്വേഷിക്കാൻ വേണ്ടി എസ് പി നമ്മളെ വിജിലൻസ് എസ് പി ചുമതലപ്പെടുത്തിയിരിക്കുകയല്ലേ. അന്വേഷിക്കണമെന്നേ. അന്വേഷിച്ച് കൃത്യമായി അത് കോടതിയിൽ നമ്മുടെ എസ് പി കൊടുക്കും. ഒരു തർക്കവുമില്ല. ആദ്യത്തെ പ്രാവശ്യം വരെ എന്താ പറഞ്ഞത്? വലിയ കുഴപ്പമാണെന്നല്ലേ പറഞ്ഞത്. ഇപ്പൊ അത് മാറിയില്ലേ? അന്വേഷിച്ച് കോടതി കൃത്യമായി എസ് പി കോടതിയിൽ റിപ്പോർട്ട് നൽകിയപ്പോൾ അത് മാറിയല്ലോ. ഇത് നടക്കുന്നു. ഒരൊറ്റ അന്വേഷിക്കട്ടെ. ഞാൻ പറയുന്നത് ഇതില് എന്ത് അന്വേഷണം ഉണ്ടായാലും ആ പറയുന്ന അന്നത്തെ കാലത്ത് എന്തെങ്കിലും ഇത് 2019 വിഷയമാണ് ഇപ്പൊ പറയുന്നത്. 2019 കാലത്ത് എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്നത്തെ ഉദ്യോഗസ്ഥർക്ക് നമുക്ക് നോക്കാം. പറയട്ടെ. നമുക്ക് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധമായും സുതാര്യമായും കാര്യങ്ങൾ പോകണമെന്നുള്ളതാണ്. അന്നത്തെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് എന്തെങ്കിലും പിഴവുണ്ടായിരുന്നെങ്കിൽ അപ്പൊ നമ്മൾ ആലോചിക്കും കാര്യങ്ങൾ. സംശയം എന്താ? എന്നാൽ ഇപ്പോ വളരെ സുതാര്യമായും പിന്നെ ഇതാണ് കൊടുത്തിരിക്കുന്നതെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. കോടതി തിരിച്ചു കൊണ്ടുവയ്ക്കാനുള്ള പെർമിഷൻ തന്നു. ഓക്കെ, ഇനിയിപ്പോ അത് ഉടനെ തന്നെ ആ ദ്വാരപാലക ബിംബത്തിന് മുമ്പിൽ വെക്കും അല്ലേ? അതിനിപ്പോ നമുക്ക് തന്ത്രിയുമായും കൂടി ആലോചിച്ചല്ലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. സ്വാഭാവികമായും ക്ഷേത്രത്തിനകത്ത് എന്ത് ചെയ്യണമെങ്കിലും താന്ത്രികപരമായ ഒരു പെർമിഷൻ വേണമല്ലോ. അത് തന്ത്രിമാരുമായി കൂടി ആലോചിച്ച് തീരുമാനിക്കും. ഓക്കെ, താങ്ക് യു ശ്രീ പി എസ് പ്രശാന്ത് രാവിലെ ചേർന്നതിൽ. അങ്ങനെ അക്കാര്യത്തിൽ സ്ഥിരീകരണമായിരിക്കുന്നു. സ്വർണ്ണപ്പാളികൾ ശബരിമലയിലേക്ക് തിരികെ എത്തിച്ചിരിക്കുന്നു. ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് എത്തിച്ചിരിക്കുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ വിജിലൻസ്